ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തെച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വെണ്ടയ്ക്കയും മാന്തളും കൂടിയിട്ടുള്ള ഒരു ചാറുകറിയാണ് കേട്ടോ. ചോറിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചാറുകറിയാണിത്. അതിന് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്ക ഞാൻ കഴുകി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് ഈ മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വെണ്ടയ്ക്കയുടെ നിറമൊക്കെ മാറി വന്ന സമയത്ത് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി, ഒരു 2 പിടി തേങ്ങ അരച്ചത്, 1 പിടി ചെറിയുള്ളി, ഒരു കുഞ്ഞ് തക്കാളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു തുണ്ട് കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ഞാൻ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക വതക്കി അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നല്ലപോലെ പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കൂടെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ചെറിയുള്ളിക്ക് പകരം സവോള ചേർക്കാവുന്നതാണ്. പൊതുവേ നോൺ വെജ് കറികൾ അല്ലെങ്കിൽ മീൻ കറി ഇതുപോലെ എന്തെങ്കിലും വെക്കുന്ന സമയത്ത് ചെറിയുള്ളി എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയുള്ളി മാത്രം എടുത്തേക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സവോളയും കൂടി എടുക്കാവുന്നതാണ്. ഒരുപാടൊന്നും വേണ്ടി വരുന്ന ആവശ്യമില്ല. ഒരു ഗ്ലാസി ടൈപ്പ് ആവുന്ന സമയത്ത് നമുക്ക് ഇതിൽ തക്കാളി ചേർക്കാം കേട്ടോ. മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്ന് നന്നായി ഉടഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിൽ പൊടികൾ ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഞാൻ പൊതുവെ മീൻകറിക്ക് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ മല്ലിപ്പൊടി അതിന് നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന പോലെ രീതിയിൽ നിങ്ങൾക്ക് പൊടികളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ പൊടികൾ ഇടുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് സിമ്മിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൊടിയുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. പുളി ഞാനിവിടെ അരിച്ചാണ് യൂസ് ചെയ്യുന്നത്. കാരണം അതിൽ കല്ലോ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ പുളിയും കൂടെ ചേർത്ത് നല്ലപോലെ തിള സമയത്ത് നമുക്ക് അരച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3 പേർക്കുള്ള കറി വയ്ക്കുന്നത്. അതുകൊണ്ടാണ് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ചുള്ള തേങ്ങയും വെള്ളമൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കുന്നുണ്ട്. പിന്നെ പച്ചമീനിന് ഉപയോഗിക്കുന്ന പോലെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഒരുപാട് ഉപ്പ് വാരി ഇടരുത്. ഉണക്കമീനാണ് അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ച് മാത്രം ഇടുക. അവസാനം നമുക്ക് പോരങ്ങി അവസാനം ചേർക്കാവുന്നതാണ്. തുടക്കത്തിൽ ഒരുപാട് ഇട്ട് വെക്കരുത്. അപ്പോൾ വതക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഞാൻ മാന്തൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 പീസ് മാന്തളാണ് ഞാനിവിടെ കഴുകി ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്ര മാന്തൾ വേണോ അത്രയും എടുക്കാവുന്നതാണ്. അപ്പോൾ മീൻ ഇട്ടതിന് സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങനെ ഇളക്കി കൊടുക്കരുത്. മീൻ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പൊതുവേ മാന്തൾ മീനും പച്ചമീനുകൾക്കും അധികം വേവില്ല. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റോ 3 മിനിറ്റൊക്കെ നമുക്ക് വെച്ചാൽ മതി. മീൻ ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി ഒതുക്കി കൊടുക്കുക. എന്നിട്ട് അതൊരു അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കുക കേട്ടോ. അപ്പോൾ സൈഡിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ തൂവി ഇറക്കാവുന്നതാണ് കേട്ടോ. കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. ബൈ ഫ്രം തെച്ചൂസ് കിച്ചൺ.